ശ്രീ പി വി ഷാജികുമാർ എഴുതിയ മരണവംശം എന്നുള്ള മാതൃഭൂമി പബ്ലിഷ് ചെയ്ത ഈ പുസ്തകം വായിക്കാനിടയായി. ഞാൻ മാതൃഭൂമിയോട് പ്രത്യേകമായ നന്ദി പറയാം, ഇത്രയും മനോഹരമായ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തതിന്. സത്യത്തിൽ ഈ എഴുത്തുകാരൻ നമ്മളെ വേറൊരു ലോകത്തേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയത്. അദ്ദേഹം ക്രിയേറ്റ് ചെയ്തൊരു സ്ഥലമുണ്ട്, എഴുത്തുകാരൻ ക്രിയേറ്റ് ചെയ്ത സ്ഥലം ഏർക്കാന എന്ന് പറയുന്നൊരു ഗ്രാമം, കാസർഗോഡ് ജില്ലയിലുള്ളൊരു ഗ്രാമത്തെ എഴുത്തുകാരൻ ക്രിയേറ്റ് ചെയ്ത ഗ്രാമത്തിലേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോയി അദ്ദേഹം അവിടുത്തെ പ്രകൃതിയെ, അവിടുത്തെ കഥാപാത്രങ്ങളെ എല്ലാം നമ്മളെ കാണിച്ചു തരികയാണ്. നമ്മൾ ആ ഏർക്കാനയിലാണ്. പുസ്തകം വായിക്കുമ്പോഴും എനിക്ക് പുസ്തകം വായിച്ചു തീർന്നിട്ട് ഏർക്കാനയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഞാൻ ഒരുപാട് പാടുപെട്ടു. കാരണം പെട്ടെന്ന് ഏർക്കാനയിൽ നിന്ന് നമുക്ക് ഇറങ്ങിപ്പോരാൻ പറ്റില്ല. ആ രീതിയിലാണ് എഴുത്തുകാരൻ്റെ സൃഷ്ടി. ഈ എഴുത്തുകാരൻ നമ്മളെ സ്വാധീനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു തീക്ഷ്ണമായൊരു ഭാഷയുണ്ട്. ആ ഭാഷയാണ് ഏറ്റവും പ്രധാനം. ആ ഭാഷ നമ്മളെ വല്ലാതെ നമ്മളെ സ്വാധീനിക്കും, നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു ഭാഷയാണല്ലോ. മാത്രമല്ല ഇതിൻ്റെ ഒരു ക്രാഫ്റ്റ് എന്ന് പറയുന്നത് കാസർഗോഡ് മംഗലാപുരം കർണാടക അതിർത്തിയിലുള്ള ഒരു ഭാഷയാണ്. കുറേ കന്നഡ കലർന്ന ഒരു ഭാഷയാണ് പരസ്പരം സംസാരിക്കുന്നത്. കഥാപാത്രങ്ങളെല്ലാം സംസാരിക്കുന്നത് ആ ഭാഷയാണ്. നോവലിസ്റ്റ് അദ്ദേഹം വിവരിക്കുന്നത് വേറെ ഭാഷയാണ്. പക്ഷേ ഇത് രണ്ടും ചേർന്ന് ബ്ലെൻഡായിരിക്കുക എന്നാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായി ഞാൻ കാണുന്നത്. നമ്മളറിയില്ല, ഇടയ്ക്ക് ഈ നോവലിസ്റ്റ് സാധാരണ ഭാഷയിലേക്ക് വരും, അതിൻ്റെ ഇടയിൽ തന്നെ കഥാപാത്രത്തിൻ്റെ ഭാഷയിലേക്ക് പോകും, വീണ്ടും തിരിച്ചു വരും. ഈ തുടക്കം മുതൽ അവസാനം വരെ ഇങ്ങനെയാണ്. നമ്മളിതെല്ലാം വായിച്ചു കഴിഞ്ഞിട്ട് ആണ് നമുക്കിത് തോന്നുന്നത്. അത് അത്രമാത്രം അത് ബ്ലെൻഡായി എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും ക്രാഫ്റ്റാണല്ലോ. ഒരു നോവൽ, ഒരു സ്റ്റോറി ത്രെഡ് എങ്ങനെയാണത് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. അതിനൊരു ക്രാഫ്റ്റ് ഉണ്ട്, അസാമാന്യമായൊരു വൈഭവം ഈ കാര്യത്തിൽ എഴുത്തുകാരൻ ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതിലെ കഥാപാത്രങ്ങളെല്ലാം പൊതുവെ ഒരു ഗ്രാമപ്രദേശത്തെ ഒരു അക്രമങ്ങൾ, വൈരാഗ്യം, ശത്രുത, പ്രതികാരം ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്നൊരു സാമൂഹ്യ അന്തരീക്ഷം അവിടെയുണ്ട്. പ്രയാസങ്ങളുടെ, സാമ്പത്തിക പ്രയാസങ്ങളുടെ എല്ലാം നടുവിൽ നിൽക്കുന്ന ഒരു ഇതാണ്. ജന്മിത്വമുണ്ട്, ആ ജന്മിത്വത്തെ ചുറ്റുപാട് നിൽക്കുന്ന സംഭവങ്ങളുണ്ട്. ഇതൊക്കെയാണെങ്കിലും പ്രകൃതിയും വളരെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. ഞാൻ പറഞ്ഞു, സാധാരണ കഥാപാത്രങ്ങളെ കൂടാതെ തന്നെ കാറ്റും മഴയും കഥാപാത്രങ്ങളാണ്. പ്രണയം പ്രധാനപ്പെട്ട ഒരു ഏരിയ കവർ ചെയ്യുന്നുണ്ട്. റാക്ക്, നമ്മൾ നാട്ടിലെ ആളുകൾ ചാരായം മാറ്റി കുടിക്കുന്ന റാക്കാണ്. ആ റാക്ക് പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. അതുപോലെ രതി ഇതിൻ്റെ ഭാഗമാണ്. പ്രണയം പോലെ തന്നെ രതിയും ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ കാടും നാടും എല്ലാം കൂടിക്കലർന്ന ഒരു വല്ലാത്ത ഒരു സംസ്കാരത്തെയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ചിലപ്പോൾ തോന്നും, മനഃപൂർവ്വമായി കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളെ ഇത് കേരളത്തിൻ്റെ വിഷയമായിട്ടൊന്നും പറയാതെ ഏർക്കാനയിൽ കൊണ്ടുപോയി തളച്ചിട്ട് ഒരു ടിപ്പിക്കൽ കേരളത്തിനെ ഈ നോവലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്ക് തോന്നിപ്പോകും. എഴുതി കഴിഞ്ഞാൽ പിന്നെ എഴുത്തുകാരൻ്റെ കയ്യിലല്ല, ഇത് വായനക്കാരൻ്റെ കയ്യില്ല, നമ്മുടെ വ്യാഖ്യാനത്തിലാണ്. ഞാൻ വ്യാഖ്യാനിക്കുന്നത് ഞാനടക്കമുള്ള ആളുകളോടുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഈ ഒരു വല്ലാത്ത അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച്, അല്ലെങ്കിൽ പരസ്പരം ശത്രുതയും പ്രതികാരവും നിറയുന്ന ഒരു രാഷ്ട്രീയ മണ്ഡലത്തെക്കുറിച്ച്, സാമൂഹ്യ മണ്ഡലത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. എന്നാൽ അതൊരു പ്രഭാഷണ രീതിയിലോ പ്രസംഗ രീതിയിലോ ഉത്ബോധന രീതിയിലോ ഒന്നും പറഞ്ഞിട്ടില്ല. നോവൽ തന്നെയാണ്. നോവലിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. പക്ഷേ നോവൽ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതാണ്. അത്തരം ഒരു മനോഹരമായ ഒരു മലയാള നോവൽ സാഹിത്യത്തിന് ഈ കാലഘട്ടത്തിൽ കിട്ടിയ ഒരു വരദാനം പോലെ തന്നെയായിട്ടാണ് ഞാൻ മരണവംശത്തെ കാണുന്നത്. ഇത് കേരളം ഒരുപാട് ചർച്ച ചെയ്യും. വരാനിരിക്കുന്ന നിരവധി കാലങ്ങളിൽ, നിരവധി വർഷങ്ങളിൽ ഈ പുസ്തകം ധാരാളമായി ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഞാൻ ഇത് എഴുതിയ ശ്രീ ഷാജികുമാറിനെയും പബ്ലിഷ് ചെയ്ത മാതൃഭൂമിയെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു.